ഹലോ ഗൈസ്, വളരെ ഈസി ആയിട്ട് ആധാർ കാർഡ് പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ലോൺ കിട്ടുന്ന RBI രജിസ്റ്റേർഡ് NBFC വഴി ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണെന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ആപ്ലിക്കേഷൻ ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ഫസ്റ്റ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കിയതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ഞാനും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കും ആപ്ലിക്കേഷൻ അപ്രൂവ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 3-4 ഇയേഴ്സിന് മേളിലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണിത്. സോ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം. അതിനുശേഷം ഏതാണ് ആപ്ലിക്കേഷൻ എന്നും എങ്ങനെ ഇതിൽ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. 4.5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വരുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 മില്യൺ പ്ലസ് യൂസേഴ്സ് ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. 50,000 വരെയാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ടെന്യൂർ നമുക്ക് 91 ഡേയ്സ് മുതൽ 365 ദിവസം വരെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്കൊരു 1 മന്ത് തൊട്ട് ടെന്യൂർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മാക്സിമം ഇൻട്രസ്റ്റ് നമുക്ക് 35% വരെയാണ് എന്നതെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ ആപ്ലിക്കേഷനിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പ്രോസസ്സിംഗ് ഫീസ് 80 രൂപ തൊട്ട് 2,000 രൂപ വരും. നിങ്ങളുടെ ലോൺ എമൗണ്ട് ടെന്യൂറൊക്കെ അനുസരിച്ചായിരിക്കും കൊടുത്തിട്ടുണ്ട്. GST നമുക്ക് 18% ഇന്ത്യയിൽ അതും വരുന്നുണ്ട്. സോ ഒരു ലോണിൻ്റെ എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് ആപ്ലിക്കേഷൻ ഇതാണ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ NBFC സയം ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ NBFC ആണ്. സോ RBI രജിസ്റ്റേർഡിൽ വരുന്നതാണ്. സോ വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. ഇവരുടെ ആപ്ലിക്കേഷൻ്റെ പേര് ഒപ്പിക്കുന്നതാണ്. ഇവരുടെ ഇമെയിൽ മൊബൈൽ നമ്പർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സോ എന്തെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുകയാണെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്താൽ മതി. സോ നിങ്ങളുടെ ഫോണിലേക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. സോ ജസ്റ്റ് നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഇത് ഞാൻ പണ്ട് റെക്കോർഡ് ചെയ്ത് വെച്ച സ്ക്രീൻ റെക്കോർഡാണ് കാണിച്ചു തരുന്നത്. കറൻറ്റ്ലി അപ്രൂവ് ആയ എമൗണ്ട് ഞാൻ കാണിച്ചു തരാം. സോ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അവിടെ പെർമിഷൻസ് ഒക്കെ ചോദിക്കും. നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം പെർമിഷൻസ് കൊടുക്കുക. ശേഷം ഗെറ്റ് മൈ ലോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അവിടെ അപ് ടു 50,000 ആയിരിക്കും കാണിക്കുന്നത്. അവിടെ ജസ്റ്റ് ഗെറ്റ് മൈ ലോൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ അടുത്ത പേജിൽ നമ്മുടെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ കൊടുത്തൊക്കെ ലോഗിൻ ചെയ്യാനായിട്ട് പറയും. ഞാനിത് ഫുള്ളായിട്ട് കാണിച്ചു തരാൻ പറ്റത്തില്ല, ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളതുകൊണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. സോ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ ലാംഗ്വേജ്, നിങ്ങളുടെ മെറിറ്റൽ സ്റ്റാറ്റസ്, ഇമെയിൽ, അതുപോലുള്ള കാര്യങ്ങൾ, റിലീജിയൻ കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ ചിൽഡ്രൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ, പിന്നെ നിങ്ങളുടെ സാലറി ടൈപ്പ്, മോഡ് ഓഫ് സാലറി, അതുപോലെ തന്നെ മന്ത്ലി ഇൻകം പോലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങളുടെ പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. പാൻ കാർഡിൻ്റെ 2 സൈഡിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെ അപ്രൂവൽ ഉണ്ടോ ഇല്ലെന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഇപ്പോൾ എനിക്ക് 1,300 രൂപയാണ് കറൻറ്റ്ലി അപ്രൂവ് ആയിരിക്കുന്നത്. നേരത്തെ എനിക്ക് 2,000 രൂപയാണ് ആ വീഡിയോയിൽ അപ്രൂവ് ആയത് പണ്ട് സ്ക്രീൻ റെക്കോർഡിൽ. അതിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ് ടു 6,000 വരെ എടുക്കാമെന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കറൻറ്റ്ലി ഇപ്പോൾ അപ്ലൈ ചെയ്ത് നോക്കിയ സമയത്ത് എനിക്ക് 1,300 രൂപ സംതിങ് ആണ് അപ്രൂവ് ആയിട്ടുള്ളത്. സോ എനിക്കിവിടെ ഗെറ്റ് മൈ ലോൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് 1,300 രൂപ 1,000 തൊട്ട് 1,300 രൂപ എമൗണ്ട് സെലക്ട് ചെയ്യാം. 61 ദിവസത്തെ ടെന്യൂർ, 2 മാസം ടെന്യൂർ വരുന്നുണ്ട്. റിസീവ് ചെയ്യുന്ന എമൗണ്ട് 1,233 രൂപയാണ്. ലോൺ എമൗണ്ട് 1,300 രൂപയാണ്. ഡോക്യുമെൻറ്റ് ഫീസ് 65, GST 12 രൂപ മാത്രമേ കട്ടാവുന്നുള്ളൂ. പിന്നെ നമുക്ക് റീപേയ്മെൻറ്റ് ഡേറ്റ് വരുന്നത് 2 മാസങ്ങളായിട്ടാണ്. ജൂൺ 3-ാം തീയതി, ജൂലൈ 4-ാം തീയതിയാണ് എനിക്ക് EMI ഡേറ്റ് വരുന്നത്. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് മെയ് 5-ാം തീയതിയാണ്. സോ 796 വെച്ച് 2 മാസത്തേക്ക് EMI വരുന്നുണ്ട്. 796, 785 രൂപ വരുന്നുണ്ട്. താഴെ പോകണമെങ്കിൽ ലോൺ പർപ്പസ് വയ്ക്കുന്നുണ്ട്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൊടുത്തിട്ട് പിന്നെ ഒരു സെൽഫി അപ്ലോഡ് ചെയ്യാനായിട്ട് പറയുന്നത്. ഞാനിപ്പോൾ സെൽഫി എടുക്കുവാണ്. സെൽഫിയും അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം അടുത്ത പേജിൽ അണ്ടർ റിവ്യൂ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞ് വരും. ശേഷം ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ശേഷം പ്ലീസ് സൈൻ ദി ലോൺ എഗ്രിമെൻറ്റ് ആഫ്റ്റർ അപ്രൂവൽ. പിന്നെ 24 മണിക്കൂറുള്ള അക്കൗണ്ട് ക്രെഡിറ്റ് ആവും എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത്. എനിക്കിവിടെ അണ്ടർ റിവ്യൂ എന്ന് പറഞ്ഞ് ജസ്റ്റ് വെയിറ്റ് ചെയ്യാനാണ് കാണിക്കുന്നത്. അവർ അപ്രൂവൽ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ 24 മണിക്കൂറിനുള്ളിൽ അപ്രൂവൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഒരു 1,500 രൂപയോളാണ് എനിക്ക് തിരിച്ച് 1,581 രൂപയോളാണ് എനിക്ക് തിരിച്ച് റീപേ ചെയ്യേണ്ട വരുന്നത്. 1,250 രൂപ സംതിങ് അക്കൗണ്ട് ക്രെഡിറ്റ് ആകും. ഓൾമോസ്റ്റ് ഒരു 2 മാസം കൊണ്ട് ഒരു 300 ആ റേഞ്ചിൽ 350 രൂപ റേഞ്ചിലാണ് എനിക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് വരുന്നുള്ളൂ. എല്ലാവർക്കും ഇതേ രീതിയിലായിരിക്കില്ല വരുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ എമൗണ്ട് കിട്ടുമായിരിക്കും, ചിലപ്പോൾ വലിയ ടെന്യൂർ കിട്ടുമായിരിക്കും, വലിയ ഇൻട്രസ്റ്റ് വരുമായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും വരുന്നത്. സോ നിങ്ങൾ അവിടെ ഈ പറയുന്ന ഫീസ്, റീപേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കി, EMI ഡേറ്റ് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റീസെൻ്റ്ലി ഈ ആപ്ലിക്കേഷൻ ഫേക്ക് ആണെന്ന് വെച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിൻ്റെ വീഡിയോ ലൈവായിട്ട് അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത്. സോ ജെന്യൂൻ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇനി ഇവിടെ അപ്രൂവൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പേജിലോട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനായിട്ട് വരും. അത് ജസ്റ്റ് വായിച്ച് നോക്കുക. അതിനകത്ത് ലോണിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും. അതിനുശേഷം താഴെ OTP വരും മൊബൈൽ നമ്പറിലേക്ക്. ആ OTP കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. 24 അവേഴ്സിനുള്ള എമൗണ്ട് ക്രെഡിറ്റ് ആയിക്കോളും. ക്രെഡിറ്റ് ആയില്ലെങ്കിൽ ആദ്യം കാണിച്ചാൽ ഇമെയിലോ മൊബൈൽ നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ മതി. ശേഷം ആപ്പിൻ്റെ അകത്ത് റീപേ ഓപ്ഷൻ കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മാനുവലായിട്ട് തന്നെ റീപേ ചെയ്യാനായിട്ടും പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എനേബിൾ ഇനാച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. എനേബിൾ ഇനാച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി EMI കട്ടാവുന്ന രീതിയിൽ അങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ EMI അടയ്ക്കാൻ മറന്നു പോകുന്നവരൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് ഇതിൻ്റെ അകത്ത് റീപേയ്മെൻറ്റ് ചെയ്യാനായിട്ടും സാധിക്കും. സോ ഇതാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നല്ല ആപ്ലിക്കേഷനാണ്. ട്രൈ ചെയ്തവർക്ക് ട്രൈ ചെയ്താൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സ്വന്തം റിസ്കിൽ ലോൺ എടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.